പൊളിറ്റിക്സ് ഒരു ഡേർട്ടി ഗെയിമാണ്. എനിക്കിതിലൊന്നും താല്പര്യമില്ല. ഞാൻ വളരെ ഡീസൻ്റ് ആണെന്ന് പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഇൻക്രിമെൻറ്റ്സോ പ്രൊമോഷൻസോ അല്ലെങ്കിൽ മറ്റുള്ള ആനുകൂല്യങ്ങളോ എല്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈവൻ ജോലി വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് യു ഷുഡ് ബി പാർട്ട് ഓഫ് ദി ഗെയിം ടു ഗെറ്റ് ദ വിസിബിലിറ്റി ഓഫ് ദ ടോപ്പ് മാനേജ്മെൻറ്റ്. നിങ്ങൾ ചെയ്യേണ്ടത് ടീം മെമ്പേഴ്സിനെ നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. സ്വന്തം കാര്യം നോക്കി നടക്കുന്ന കുറുക്കന്മാരായിട്ടുള്ള എംപ്ലോയീസുകളുണ്ടാവും. അതേപോലെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് വലുതാക്കി മാനേജ്മെൻറ്റിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന തന്നെപ്പൊക്കികളായിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാവും. അതേപോലെ നിങ്ങളുടെ വെൽ വിഷേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാവും. ഇവരെല്ലാം ടീം മെമ്പേഴ്സിൻ്റെ സൈക്കോളജി മനസ്സിലാക്കിയെടുക്കാനാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത് ഓർഗനൈസേഷനെ കുറിച്ച് ഇൻഡെപ്തായി മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത്. എന്തൊക്കെ തരത്തിലുള്ള റിപ്പോർട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, എന്തൊക്കെയുള്ള പ്രൊജക്റ്റുകളുണ്ട്, എന്തൊക്കെയുള്ള ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് നടക്കുന്നത്, ഫിനാൻഷ്യൽ അനാലിറ്റിക്സ് എന്തൊക്കെയാണ്, കമ്പനിയുടെ ഗ്രോത്ത് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാനാണ് രണ്ടാമത് ചെയ്യണം. മൂന്നാമത് നിങ്ങൾ ചെയ്യുന്ന ഏത് നല്ല കാര്യങ്ങളും ലേറ്റായിട്ട് ഓഫീസിൽ ഇരിക്കുന്നതോ അല്ലെങ്കിൽ വീക്കെൻഡിൽ വർക്ക് ചെയ്യുന്നതോ നിങ്ങൾ ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള റിപ്പോർട്ടുകൾ എല്ലാം നിരന്തരം നിങ്ങളുടെ മാനേജ്മെൻറ്റിന് പ്രസൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം അവർക്ക് അറിയില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യം. ഒരു പക്ഷേ നിങ്ങൾ അറിയുന്ന വിചാരിക്കുമ്പോഴും ദേ വിൽ ബി ബിസി വിത്ത് സം അതർ ബിഗർ തിങ്. സോ അതുകൊണ്ട് കാരണം നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ 2 പേര് പറയുന്ന ആൾക്കാരുകളെല്ലാം ദേ വിൽ നോ വിച്ച് ഇസ് ദ റൈറ്റ്, വിച്ച് ഇസ് ദ റോങ് വൺ. സോ കീപ് ദി തിങ്സ്, expose yourself all the time to your management, play some politics, get the promotion all that you deserve. Thank you and good luck.